ലാലി ജെയിംസിന്റെ സസ്പെൻഷൻ തൃശൂർ കോർപ്പറേഷൻ മേയർ തെരഞ്ഞെടുപ്പിൽ ഒഴിവാക്കിയതിൽ പാർട്ടി നേതൃത്വത്തിനെതിരെ നടത്തിയ പ്രതികരണത്തിലാണ് ഇപ്പോൾ നടപടി വരുന്നത്. DCC പ്രസിഡന്റ് പണം വാങ്ങിയാണ് മേയർ സ്ഥാനം നൽകിയത് എന്നായിരുന്നു ലാലിയുടെ പ്രതികരണം. MS ലിഷോയി ചേരുന്നുണ്ട്. ലിഷോയി, പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയുള്ള പ്രതികരണമാണ് ഇന്ന് നടത്തിയത്. ഇപ്പോൾ വരുന്ന നടപടി സംബന്ധിച്ച് KPC എത്രത്തോളം ഗൗരവത്തോടെയാണ് ഈ വിഷയത്തെ കാണുന്നത്? ലാലിക്കെതിരെ നടപടി സംബന്ധിച്ച് എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിൽ ഇന്ന് മാധ്യമങ്ങളോട് സംസാരിക്കുകയും അതിനോടൊപ്പം തന്നെ മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കാതിരുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ട് വലിയ തോതിൽ അവരുടെ ആരോപണങ്ങളൊക്കെ തന്നെ ഉന്നയിച്ചിരുന്നു. DCC പ്രസിഡന്റ് പണം വാങ്ങിയാണ് ഇത്തരത്തിൽ തൃശ്ശൂരിലെ മേയറെ തിരഞ്ഞെടുത്തത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ലാലി ജെയിംസ് പറഞ്ഞിരുന്നത്. അതിനോടൊപ്പം തന്നെ KC വേണുഗോപാലിനെതിരെയും കൂടാതെ മറ്റ് നേതാക്കൾക്കെതിരെയും ഒക്കെ തന്നെ രൂക്ഷ വിമർശനം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിലാണ് മഹിളാ കോൺഗ്രസ് നേതാവും അതുപോലെ തന്നെ കോൺഗ്രസിന്റെ നിലവിലത്തെ കൗൺസിലറുമായ ലാലി ജെയിംസിനെ ഈ സ്ഥാനത്ത് നിന്ന് പാർട്ടി സ്ഥാനങ്ങളിൽ നിന്ന് നീക്കം ചെയ്യുന്നതിന് വേണ്ടി, പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം KPC പ്രസിഡന്റ് നൽകിയിരിക്കുന്നത്. DCC പ്രസിഡന്റിനെ സംബന്ധിച്ച് കത്ത് നൽകിയിട്ടുണ്ട്. എന്തായാലും ഈ ഏതെങ്കിലും തരത്തിൽ നടപടി എടുക്കുകയാണെങ്കിൽ താൻ കൂടുതൽ കാര്യങ്ങൾ പ്രതികരിക്കാനുണ്ട് തനിക്ക് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ലാലി ജെയിംസ് ഇന്ന് രാവിലെ പ്രതികരിച്ചിരുന്നത്. എന്തായാലും വലിയ മിന്നുന്ന ജയം തൃശൂർ കോർപ്പറേഷനിൽ നേടിയ കോൺഗ്രസിനെ ലാലി ജെയിംസിന്റെ പ്രതികരണം വലിയ ഒരു ആഘാതം തന്നെയായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ഈ സസ്പെൻഷനും. ലിഷോയിൽ ലാലിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രതികരണമോ ഇനിയുള്ള നിലപാട് സംബന്ധിച്ച് എന്തെങ്കിലും സൂചനയുണ്ടോ? അതുമായി ബന്ധപ്പെട്ട് ഒന്നും തന്നെ ഇതുവരേക്കും ലഭിച്ചിട്ടില്ല. എന്തായാലും നാളെ ഈ ലാലി ജെയിംസിന്റെ പ്രതികരണം ഉൾപ്പെടെയുള്ളവ ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. ശരി, ലിഷോയാണ് വിവരം നൽകിയത്. നേതൃത്വത്തിനെതിരെ തിരിഞ്ഞ ലാലി ജെയിംസ് കൗൺസിലർക്കെതിരെ ഇപ്പോൾ നടപടി വരുന്നു. സസ്പെൻഡ് ചെയ്ത് KPCC.